പറഞ്ഞോളൂ. എന്തോ കുറെ കാലമായി താങ്കള് എന്തോ ഭയങ്കരമായിട്ട് അലട്ടുന്നു എന്ന് പറഞ്ഞു. ആൾക്കാരിങ്ങനെ നമസ്കാരം. ഒന്നുമില്ല, ഞാൻ മിനിയാന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് പല ക്വസ്റ്റ്യൻസും ചോദിച്ചതില് ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ ചേച്ചി ഒറ്റ മോളല്ലേ, അപ്പൊ ഒറ്റ മോളായിരിക്കുന്ന സമയത്ത് ഒറ്റ മോളായതുകൊണ്ട് ചേച്ചിക്ക് ഉണ്ടായ എന്തായിരുന്നു അനുഭവങ്ങൾ, അതായത് ഇഷ്ടമായിരുന്നു അത് ഇഷ്ടമല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഞാനും ഒറ്റ മോളാണ്, ചേട്ടനും ഒറ്റപുത്രനാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും അനുഭവങ്ങൾ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു പങ്കുവെക്കാന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. വേറെ പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചേട്ടനിൽ നിന്ന് തുടങ്ങാം. അതായിരിക്കും അതിന്റെ ഒരു ശരി. ഞാൻ ഒറ്റ മോനായതുകൊണ്ട് നിനക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അത് ആദ്യം പറയും. അതെ, ഞാൻ ആദ്യം എന്റെ കാര്യം അതല്ലേ ഞാൻ പറഞ്ഞു. ചെറുപ്പത്തിലേ തൊട്ട് തുടങ്ങി വലിപ്പത്തിലോട്ട് പോകുന്നു. അത് ചെറുപ്പത്തിലേ തൊട്ട് നമ്മള് പരസ്പരം അറിയായിരുന്നു എന്നല്ലോ ആൾക്കാർ. അല്ലല്ല, നമ്മുടെ പരസ്പരം അറിയുന്നല്ല, എന്റെ ഒറ്റപുത്രി ആയതിന്റെ ഗുണവും ദോഷവും അനുസരിച്ചാണല്ലോ ബാക്കി ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒറ്റപുത്രി ആയിരുന്നുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തന്നെയായിരുന്നു. ഒരു കൂടപ്പിറപ്പ് ഉണ്ടെങ്കിൽ എന്ന് ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അതെന്തിനാ കൂടപ്പിറപ്പ് ഉണ്ടായിട്ട് എന്താ കാര്യം? കൂടപ്പിറപ്പുണ്ടായിരുന്നു. ശരി, കൂടപ്പിറപ്പ് ഉണ്ടാവുന്ന വെച്ചാൽ നല്ലൊരു കാര്യമില്ല, നമുക്ക് ഷെയർ ചെയ്യാൻ. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചും കൂടെ എനിക്ക് അത് എന്റെ അച്ഛനമ്മ ഒരു നല്ല അച്ഛനമ്മയായിരുന്നു, പക്ഷെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ല ഒരിക്കലും. അവര് അമ്മ ടീച്ചറായിരുന്നു, അപ്പോൾ അതിൻ്റെതായ ഒരു ചിട്ടവട്ടങ്ങളും, അതായത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് അച്ഛനൊക്കെ എന്റെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല, ബോംബെയിലൊക്കെ ആയിരുന്നു. അപ്പൊ അച്ഛൻ വല്ലപ്പോഴും നാട്ടിൽ വരുന്ന, ഇപ്പൊ ഗൾഫിൽ നിന്ന് പോയി പറഞ്ഞാൽ 6 മാസത്തിൽ ഒരിക്കലും ജസ്റ്റ് ഒരാഴ്ചയൊക്കെ വന്ന് പോകും. അപ്പൊ അമ്മയുടെ ശിക്ഷണത്തിലാണ് ഞാൻ ചെറുപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്രമല്ല, എനിക്ക് അങ്ങനെ കസിൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും എന്റെ വീടിനടുത്ത് ആരും ഉണ്ടായിരുന്നില്ല, എന്റെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി വെക്കേഷൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അതായത് നമ്മുടെ 2 മാസത്തെ വെക്കേഷൻ വന്നാലാണ് അച്ഛന്റെ പെങ്ങള് ത്രിപുരമാരുടെ വീട്ടില് പോയി താമസിക്കാൻ പറ്റുള്ളൂ. ശാലി ചേച്ചിയും ഭർത്താവിന്റെ കൂടി കസിൻസ് ആണ്, അവരെ കൂടെ കളിക്കാനും. അതുപോലെ തന്നെ ചേച്ചി എന്റെ വീട്ടിൽ വന്ന് നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഞാൻ. അതുപോലെ തന്നെ എന്റെ ഇളയച്ചൻ ദേവലേശൻ അന്ന് ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഇളയച്ചന് 2 മക്കളുണ്ട്, പ്രഭാതും പ്രമോദും. അപ്പൊ അവര് ഇടയ്ക്ക് നാട്ടിൽ അവർക്ക് അന്ന് വീടുണ്ടായിരുന്നില്ല. അപ്പൊ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവര് കുറേ ദിവസം നിന്ന് പിന്നെ പോകുമ്പോൾ ഉണ്ടല്ലോ, എന്റെ ഭഗവാനെ, ഒരാഴ്ചത്തേക്ക് കരച്ചിലും, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നിട്ട് അവര് പോകുമ്പോ. അപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കൂടപ്പിറപ്പോ, ഒരു അനിയനോ അനിയത്തിയോ ചേച്ചിയോ ചേട്ടനോ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അത് ചെറുപ്പത്തിലെ അങ്ങനെ കളിക്കുന്ന കാര്യത്തിലായിരുന്നെങ്കിൽ, പക്ഷെ വലുതായപ്പോ നമ്മുടെ വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരാള്, അച്ഛനമ്മയുടെ അടുത്ത് പറയാം, ഇല്ല എന്നല്ല, പക്ഷെ എങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നതിനൊരു പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് വലുതായപ്പോഴുള്ള വിഷമങ്ങളല്ലേ, ഈ കൗമാരകാലത്തുള്ള വിഷമങ്ങൾ പറയാം. കൗമാരകാലത്താണെങ്കിലും ഇപ്പൊ നമ്മുടെ പ്രായം ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ഒരു വിഷമാണല്ലേ. അല്ല, നമ്മുടെ എല്ലാ ഫീലിങ്സും. അപ്പൊ നമ്മുടെ ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എപ്പോഴും നമ്മുടേതായ കുറച്ച് സീക്രട്സും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പൊ അതൊന്നും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്നും, ഇപ്പൊ എന്റെ എന്റെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊരിക്കലും അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇപ്പോ അങ്ങനത്തെ ആ രീതിയിലല്ല അവര് പണ്ടത്തെ കാലത്ത് ജീവിച്ചിരുന്നത്. അപ്പൊ അമ്മ കുറച്ചൊക്കെ ഒരുപാട് എന്താ പറയാ, ഇപ്പൊ ജീൻസ് ഇടുന്നത്, ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ച് വീട്ടില് ആദ്യമായിട്ട് ജീൻസ് കോളേജിൽ നിന്ന്, മീൻസ് ഡിണ്ടിഗലിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ജീൻസ് ഇട്ട് വന്നപ്പോ അമ്മയുടെ ദേഷ്യവും, അതേപോലെ കുറച്ച് മുടി മുറിച്ചപ്പോഴും, അപ്പൊ അങ്ങനത്തെ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു എന്റെ അമ്മയ്ക്ക്. അപ്പൊ അമ്മനെ കുറ്റം പറയുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കൂടപ്പിറപ്പ് ഉണ്ടായിരുന്നെങ്കിലാ, ഒരു ചേട്ടൻ എനിക്കൊരു സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അനിയത്തിയോ, അങ്ങനെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകും തോറും എപ്പോഴും, ഇപ്പൊ അമ്മ മരിച്ചപ്പോഴാണെങ്കിലും എനിക്കൊരു കൂടപ്പിറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ചേട്ടന്റെ അഭിപ്രായം ഞാൻ കേൾപ്പിച്ചുതരാം. ചേട്ടന്റെ അഭിപ്രായത്തിൽ പറയും. എന്ത് ഒറ്റ വാക്കിൽ ഉത്തരം. ഈ പറഞ്ഞ പോലെ വീട്ടിലെ ആൾക്കാർ വരാൻ ഇങ്ങനെ കാത്തിരിക്കും. ആൾക്കാർ വന്നിട്ട് അവര് പുറത്ത് പോകുമ്പോ വിഷമം, ഇങ്ങനെ പെട്ടെന്ന് ശൂന്യമായി പോയ പോലെ. മറ്റേത് ഇങ്ങനെ ഒഴിഞ്ഞ മുറികളും നിശബ്ദതയും ഒക്കെ. ഈ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഗുണമുണ്ട്, പാട്ട് പോലും കേൾക്കാത്ത കുടുംബമായിരുന്നു. അപ്പൊ റേഡിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. വീട്ടില് സാധാരണ എല്ലാവരും വീട്ടില് ചിത്രഹാരമൊക്കെ അന്ന് ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ ചിത്രഗീതമൊക്കെ ഉണ്ടാവുമ്പോ എല്ലാരും വീടുകളിൽ അതൊക്കെ വെക്കും. നമ്മുടെ വീട്ടിൽ ഞാനാണ് പിന്നെയും ചിത്രഗീതം ചിത്രഹാരമൊക്കെ. അന്ന് ഈ നടിമാരുടെ ഒക്കെ വയറ് കാണാനും ഇത് കാണാനും ഒക്കെ അതൊക്കെ മാർഗം. അതിനു വേണ്ടി മാത്രം അല്ല, ആ പാട്ടിനോട്
പാട്ടിനോടുള്ള ഇഷ്ടം അതിനോടുള്ള ഇഷ്ടമായിരുന്നു. അല്ല അങ്ങനെയുള്ള ഇപ്പൊ പറഞ്ഞു വന്നാൽ തന്നെ നമുക്ക് അങ്ങനെ നിശബ്ദതയും ഇതൊക്കെയുള്ള ഒരു വീണ്ടും ഇതുകളായിരുന്നു. ആ ശൂന്യതേനെ നികത്താൻ വരുന്ന കുറച്ച് അതിഥികളും പോകുമ്പോ വീണ്ടും ശൂന്യതയിലോട്ട്. പിന്നെ അങ്ങനെ എക്സ്പ്രസീവ് അല്ലാത്ത ഒരു കുടുംബമാണ്. സ്നേഹം ഉണ്ടെങ്കിലും കാര്യമായി പുന്നാരിക്കലും കെട്ടിപ്പിടുത്തും. അതുകൊണ്ടും ആവാം ഇങ്ങനെ ആൾക്കാർ വന്നാൽ ഇങ്ങനെ ഓവർ ജോയ് ആയിട്ട് ഇതൊന്നുമില്ല. എല്ലാരും കൂടെ ഇരിക്കും, സംസാരിക്കും. കസിൻസ് വരും, ഇതുപോലെ വെക്കേഷന് ഓരോ വീടുകളിൽ എല്ലാ പിള്ളേരും കൂടെ ഒത്തുകൂടും, കളിക്കാൻ പോവും. അതൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒറ്റപുത്രി എന്നുള്ളതില് ഏറെ നമ്മുടെ കുടുംബങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് നമുക്ക് ചുറ്റുവട്ടത്തിൽ കൂട്ടുകാരുണ്ടായിരുന്നില്ല. താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് വീട്ടില് എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. കണ്ടുപിടിക്കാലോ, നടന്ന ഒരു 4 വീട് നടന്ന ആരെങ്കിലും കിട്ടും. ഞാൻ പറഞ്ഞ തൊട്ടടുത്ത വീട് വേണ്ട, അങ്ങനെയൊന്നും സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആ പ്രായത്തില് ഞാൻ സിസിൽ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോ മൊനയം എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഐലൻഡ് ഉണ്ട്. ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു 8-10 പിള്ളേരുണ്ടാവും. നാട്ടിലെ പിള്ളേർ മുഴുവൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇന്ററാക്ഷൻ നമ്മുടെ കുടുംബവും നാട്ടുകാരുമായിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് താങ്കൾ പറഞ്ഞിരുന്നത് എനിക്ക് എക്സാക്ട്ലി അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ വീട്ടില് കുറച്ച് ആൾക്കാര് വരുന്നത് അതർ ദാൻ നമ്മുടെ കസിൻസും ഗസ്റ്റ് അല്ലാതെ വരുന്നത് ഈ പറഞ്ഞ പോലെ ചിത്രഹാറും, അതായത് ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് വീടുകളിലെ TV ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ മഹാഭാരതം, എന്താ രാമായണോ, ഞായറാഴ്ച സമയത്ത് അതുപോലെ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ വരുന്ന ചിത്രഹാറും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി കുറച്ചൊരു നമ്മുടെ അയൽക്കാരും കുറച്ച് കുട്ടികളും വയസ്സായ അപ്പൂപ്പന്മാരും അമ്മൂമാരൊക്കെ വന്നിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ വർത്താനവും ഈ പരസ്യം വരുമ്പോൾ കുച്ചുള്ള വർത്താനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടാ ചിന്ത. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഞാൻ സ്കൂളിൽ പോയിട്ട് ഭയങ്കര തട്ടിവിട്ടില്ലായിരുന്നു. എന്റെ വീട്ടിൽ 3 TV ഉണ്ട്, 2 ഫ്രിഡ്ജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ഇവര് വരും, ദൂത് കഴിക്കും. അപ്പൊ വീണയുടെ വീട്ടില് ടീച്ചറെ വീടുന്ന പറയാ. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ എന്റെ വീട്ടിൽ വന്നപ്പോ എല്ലാ മുറിയിലും TV അന്നത്തെ പ്രോമിസ് ശരിയാക്കാൻ അത് ചിലതൊക്കെ ജാമ്പവാന്റെ കാലത്ത് TV അത് ഞെക്കിയാലോ ഒന്നും വർക്ക് ചെയ്യില്ല. എന്നാലും എല്ലാ മുറിയിലും TV ഉള്ള വീടായിരുന്നു. അത് ഞാൻ ചെറുപ്പത്തിലെ പറഞ്ഞത്. അച്ഛനത് കറക്റ്റ് ആയിട്ട് എനിക്കത് പ്രാബല്യത്തിൽ വരുത്തി തീർത്തു. അപ്പൊ പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോ നീ കൊള്ളം പറഞ്ഞൂല്ലേ, ഒരു TV അല്ലേ ഉള്ളൂ അവിടെ വീട്ടിൽ നിൽക്കും. ഞാൻ പറഞ്ഞു നിങ്ങളത് അവർ കാണാനിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ ഒരു കൊച്ചു തമാശകളും അതുപോലെ തന്നെ. അപ്പൊ എന്താ പറയാ, ഈ ചില എന്റെ ഫ്രണ്ട്സ് പറയാറ്, നീ എന്തൊരു ഭാഗ്യവതിയാ, ഒറ്റക്കുട്ടിയല്ലേ, എല്ലാതും നിനക്ക് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ, അത് ഷെയർ ചെയ്യണ്ടല്ലോ. അമ്മയുടെ അച്ഛന്റെ സ്നേഹമാണെങ്കിലും അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനങ്ങളാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ എന്ന് പറയുന്ന കൂട്ടുകാരെനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് എന്തിനാ, എല്ലാതും ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളാണല്ലോ, എല്ലാവരും ഒരേപോലെയല്ല ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാൻ ജോഷിനെ കല്യാണം കഴിച്ചപ്പോ കല്യാണത്തിന് മുമ്പ് എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അറിയാമോ, എനിക്കൊരു കുറച്ചധികം മെമ്പേഴ്സ് ഉള്ള കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ് പോകണം. എനിക്കൊരു അനിയൻ ഉണ്ടാവണം, അതായത് ഭർത്താവിന് ഒരു അനിയൻ ഉണ്ടാവണം, എന്നെ ചേട്ടത്തിന്ന് വിളിക്കണം, എന്തൊക്കെയോ സ്വപ്നം നടന്നില്ലേ. ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉള്ള വീടായിരുന്നു, ഇഷ്ടം പോലെ വരുന്നു ചേട്ടത്തിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ സ്വന്തം വീട് പോലെ. അതിപ്പോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായില്ല. അതായത് ഒരു അമ്മ, നിനക്ക് കുറെ സിബ്ലിങ്സ് ഉണ്ടാവും. സിബ്ലിങ്സ് ഇല്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം കുക്കും അമ്മുവാണ് എന്നെ ചേട്ടത്തിനും ചേച്ചിന്ന് വിളിക്കുന്നത്. ഇവിടെ ദുബായിൽ പോലും ഇല്ലേ നിനക്ക്? ദുബായിലുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ അല്ലാതെ അതൊക്കെ മനസ്സിൽ നിന്ന് വരുന്നത്. നമുക്കൊരു അടുപ്പം സ്വന്തം അനിയനായതുകൊണ്ട് സ്നേഹം ഉണ്ടാവണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെ കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഏടത്തിയമ്മാന്ന് വിളിക്കാൻ, അതൊക്കെ പണ്ട് സിനിമ കണ്ടിട്ടുള്ള ഒരു ഇതായിരിക്കണം. ഏടത്തിയമ്മാന്ന് വിളിക്കാൻ തന്നെ ആരുമില്ലല്ലോ എന്നുള്ള സങ്കടം. അപ്പൊ എങ്ങനെയോ വീണ്ടും ഒറ്റമോനുള്ള വീട്ടിലേക്ക് ഞാൻ വന്നു. അതിൽ സന്തോഷമുള്ളൂ. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനാണ്. ചേട്ടൻ പറയേണ്ട അടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടന് ഒറ്റമോനായിട്ട് തന്നെയാണ് ഇഷ്ടം എന്ന് ചേട്ടൻ പറയുന്നു. അപ്പൊ ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതല്ലേ, അവി മാത്രം മതി, നമുക്ക് വേറെ കുട്ടി വേണ്ട. പക്ഷെ എന്റെ മനസ്സില് ഞാൻ അനുഭവിച്ചത് എന്റെ മക്കൾ അനുഭവിച്ചു.
ചേട്ടൻ എന്താ പറയാ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ ജാന്റെ അമ്മ എന്നെ വിളിച്ചു, എന്നെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ ദുബായില് എല്ലാ വ്യാഴാഴ്ച അമ്മേച്ചനും വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഒരു കുഞ്ഞുമോളെ, അത് അവീന് ചട്ടം കിട്ടും അമ്മ, ഒരു എന്നിട്ട് അമ്മേന്റെ അടുത്ത് പറയും കുഞ്ഞുമോളെ വേണ്ട, അമ്മ മോളെ എന്ന് പറയാം, കുഞ്ഞുമോളെ വേണ്ടേ നമുക്ക്. അപ്പൊ അത് കേൾക്കുമ്പോഴേ എനിക്കറിയാം നമുക്ക് കൊച്ചിനെ. അപ്പൊ അവി അതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ അവി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ അവീര് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അനിയത്തിയോ അനിയനൊക്കെ വരാൻ തുടങ്ങിയപ്പോ എന്റെ അടുത്ത് ഒന്ന് ഇടയ്ക്ക് പറയും, അമ്മ അവർക്ക് അനിയനുണ്ടായി അനിയത്തി ഉണ്ടായി എനിക്ക് എന്തുണ്ടാവാത്തേന്ന് പറഞ്ഞ കുട്ടിയും കൂടെ പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു അത് ശരിക്കും വിട്ടാ പറ്റില്ലല്ലോ. ഒറ്റ മോളായതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ മോന് ഒരു കൂടപ്പറപ്പ് വേണമെന്ന് എന്നെ തീരുമാനിച്ച്. പിന്നെ ചേട്ടനെ 6 വർഷം കഷ്ടപ്പെട്ട് കൈയും കാലും പിടിച്ചിട്ടൊക്കെയാണ് നന്ദു ഉണ്ടായത്, മനസ്സിലായോ? അപ്പൊ അതിന്റെ ഗുണങ്ങളുണ്ട്. ഇപ്പൊ നന്ദുവിന് ചേട്ടന് നന്ദുവില്ലേ? അപ്പൊ ഞാൻ നന്ദുവിനോട് പറയും, നന്ദു ഇന്ന് ഞാൻ പറഞ്ഞു യു ആർ സോ ലക്കി. കാരണം അവിക്ക് അത്ര ഭാഗ്യമില്ല, അച്ഛന്റെ അമ്മയുടെ സ്നേഹം അവന് കിട്ടിയിട്ടുള്ളൂ. യു ഗോട്ട് ബ്രദർ. അച്ഛനമ്മയും ഉള്ളേക്കാളും കൂടുതൽ ബ്രദറിന്റെ കൂടെയാണ്. അതൊക്കെ വലിയ ഭാഗ്യമാണ്, അല്ലാതൊന്നും പറയുന്നത്. അതാ ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിച്ചെന്നുള്ള ആ ഒരു ഒറ്റപ്പെടലിന്റെ കാര്യത്തിൽ നോക്കുമ്പോ ഒരു കൂടപ്പിറപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണം. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു മക്കളുടെ അടുത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതായത് അച്ഛനമ്മേനെ അപ്പുറത്ത് ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ആണ് നമ്മളൊക്കെ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. എന്റെ ചെറുപ്പത്തിലെ മുതൽ പ്രായമത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എന്റെ മോനറിയാം. അപ്പൊ അവന്റെ കാര്യങ്ങളാണെങ്കിലും എന്റെ അടുത്ത് പറയാറുണ്ട്. നന്ദു അങ്ങനെ കുറച്ച് അവൻ അത്ര അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അതായത് വീട്ടിലൊക്കെ വികൃതിയാണെങ്കിലും സ്കൂളിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആയിട്ടില്ല. കുറച്ച് പിള്ളേരോട് മിണ്ടുന്നല്ലാണ്ട് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. അതായത് അങ്ങനെ ഷെയർ ചെയ്യാറും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അച്ഛന്റെ ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ്. അപ്പോ പിള്ളേരെ അടുത്ത് നമ്മൾ എത്രയും നന്നായിട്ടിരിക്കുന്നു, നല്ല ഫ്രണ്ടായിട്ട് പെരുമാറണമെങ്കിൽ അവർ തിരിച്ചും നമ്മളെ അടുത്തെല്ലാം ഓപ്പണായി പറയും. നമ്മളെയും ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണാൻ തന്നെയാണ് ഇതുവരെയുള്ള ഇതെനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ടീനേജേഴ്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം കൂടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ടീനേജേഴ്സിനെ ഡീൽ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ അവി പറയായിരുന്നു, ഞാൻ അമ്മയല്ല എന്നെ ഡീൽ ചെയ്യും, ഞാൻ അമ്മനെ അച്ഛനെ ഡീൽ ചെയ്തേക്കുന്നത്. സത്യമാണ്. അപ്പൊ ഈ എന്റെ 2-3 സുഹൃത്തുക്കളുടെ മക്കളൊക്കെ ഈ 13 വയസ്സ് 14 വയസ്സ് ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറയാറുണ്ട്, വിൻസിച്ചി ഒന്നും പറയല് വീണ, അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ അടുത്ത് ഒന്നും പറയൂന്ന് പറയുന്നുണ്ട്. എല്ലാ പാരന്റ്സും ഓൾമോസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പ്രശ്നമല്ല അത് ഇപ്പോ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ആ സമയത്ത് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവിയുടെ 13, 14, 15 വയസ്സ് പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അത് ഞാൻ ആ സമയത്ത് ഞാൻ ശരിക്കും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ചേട്ടനെ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കിനും അമ്മയും മോനും ഭയങ്കര അടിയായിട്ട്. അന്നൊന്നും യൂട്യൂബിൽ ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്ന നിങ്ങൾ അറിഞ്ഞിട്ടില്ല, സ്റ്റോറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇൻസ്റ്റ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പറയാം അമ്മയും മോനും എന്ത് സ്നേഹമാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. കാരണം എനിക്ക് അവർ പറയുന്നതിനോട് യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം ഡോറൊക്കെ അടച്ചിട്ട് ഭയങ്കര പൊട്ടരമ്മയായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പൊ എന്നോട് തന്നെ എനിക്ക് ഇപ്പൊ കമ്പാരിറ്റീവ് നല്ല അമ്മയാണ്. അല്ല അത് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമെന്ന് പറയായിരുന്നു. പക്ഷെ ചേട്ടൻ എന്റെ അടുത്തൊന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ, അതായത് പുള്ളി ആ ഒരു 13 ആ ടീനേജ് കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനത്തെ തന്നെ ആയിരുന്നു. നീ ഇതൊക്കെ ഇതിനേക്കാളേറെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പുള്ളി ആ സമയത്ത് ഭയങ്കര ശാന്തനായിരുന്നു. ഒരു അച്ഛൻ ഞാനും വിചാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അത്രയും കാമായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ. പല സന്ദർഭങ്ങളിലും എനിക്ക് പോലും ഈ ചില സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ വളരെ കാമായിരുന്നു. അതുകൊണ്ട് ഒരു പെൻഡുലം പോലെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ വളരെ മോശമായിട്ട് പെരുമാറണമെങ്കിൽ ചേട്ടൻ അവിടെ വളരെ നല്ല മനുഷ്യനായിരിക്കും. അവൻ നേരെ തിരിച്ചു. അപ്പോൾ ഒരു ബാലൻസിങ് സംഭവമാണ് പാരന്റിങ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളും പ്രതീക്ഷിക്കാം. പിന്നെ ചില കുട്ടികൾ ഒരു പ്രശ്നമില്ലാതെ വളരെ ശാന്തമായി പോകുന്ന കുട്ടികളുണ്ടാവും കേട്ടോ. എല്ലാ കുട്ടികളും വീരന്മാരോ 13 വയസ്സിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് അനുഭവങ്ങളെക്കാളും നല്ല ഒരുത്തി സിനിമ ഉണ്ട്. അപ്പൊ ബാക്കി നവീനായിട്ട് അഭിനയവും ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തു. എന്തൊരു പ്രിവിലേജ്ഡ് ആണ് നമ്മളൊക്കെ എന്ന് പറയാം. ഇപ്പൊ ഇന്ന് ഒരാൾ ഹോസ്പിറ്റലുമായി, വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് സാമ്പത്തികം. നമുക്ക് ഹെൽത്തിനെ കുറിച്ച് വറി ചെയ്താൽ മതി. അച്ഛൻ ഹോസ്പിറ്റലാണ്, വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? 100% ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് കയറ്റി വിടാൻ എനിക്ക് സാധിക്കും. അപ്പോ അത് ആൻഡ് യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് മണി. എന്താ പറയാ, അങ്ങനെയുള്ളൊരു ഇതില്
സമ്പന്നതയിൽ പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിക്കുന്നതും അതല്ലാതെ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒറ്റപുത്രനാവുന്നതിൽ നമ്മുടെ അച്ഛനും അമ്മയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഡിസിഷൻ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. സോ ചില ഡിസിഷൻസ് അതിനോട് അനുബന്ധമുള്ളതാണ്. മനസ്സിലായോ? 2 കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 3 കുട്ടിക്ക് അല്ലെങ്കിൽ 4 കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 12 മക്കളുണ്ട്. അപ്പോൾ പണ്ട് വയലില് പണിയെടുക്കാൻ മക്കളെ ഉപയോഗിച്ചിരുന്ന കാലത്ത് അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ അവർക്ക് നമ്മുടെ വരുമാനത്തിൽ നിന്ന് എടുത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഡിപ്പെൻസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് 2 മക്കളാവാം, 3 മക്കളാവാം, 4 മക്കളാവാം, അതൊന്നും പ്രശ്നമില്ല. എപ്പോഴും ആ ഫൈനാൻഷ്യൽ ഇതായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പൊ ആ ഒരു ഇതില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് അതാണ്. നമുക്ക് ആ നാട്ടിലെ മറ്റു കുട്ടികളായിട്ട് വളരെ അപൂർവം ബന്ധങ്ങളായിരുന്നു. ആകെ എന്റെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കരാട്ടയ്ക്കൊക്കെ കുറച്ച് നാള് പോയി തുടങ്ങിയപ്പോ അവിടെ എന്റെ പ്രായത്തിലുള്ള ആരും ഇല്ല. ഈ വലിയ വലിയ പിള്ളേർ വന്നിരുന്നു, മൊഹേഷ് അതുപോലെയുള്ള പല വന്നിരുന്നു. അവരൊക്കെ ആയിരുന്നു നമുക്ക് അറിയാവുന്ന നാട്ടുകാരും സുഹൃത്തുക്കളും. പിന്നെ വല്ലപ്പോഴും സിസ്റ്ററിന്റെ വീട്ടിൽ പോകുമ്പോഴോ അങ്ങനെയുള്ളത്. അപ്പോ ഒറ്റപ്പെടലിന്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഒരു പ്രായം വരെ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഡീൽ ചെയ്യാൻ പഠിക്കുന്നു നമ്മള്. ഇപ്പൊ വീണ ഓരോരുത്തർക്ക് കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ഇതുണ്ട്. ബട്ട് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ അന്ന് നമ്മള് മനസ്സിനെ ഒരുക്കുകയാണല്ലോ, ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരുക്കുകയാണ്. ഞാനൊക്കെ ആ പ്രായത്തിലും ഇറ്റ് വാസ് ലൈക്ക്. അപ്പോ ഇബ്സന്റെ ഒരു നാടകത്തിന് ഇബ്സൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വരിയുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്നവനോളം കരുത്ത് വേറെ ആർക്കും ഇല്ല. കാരണം അവനെ താങ്ങാൻ ആരും ഇല്ല എന്ന് അവന് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ അതിലെ ആപത്തുകൾ ഇതുകളൊക്കെ നല്ലോണം വിശകലനം ചെയ്തിട്ട് ആ റിസ്ക് ടോളറൻസ് ലെവല് നല്ലോണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവൻ നടക്കുള്ളൂ. പിന്നീന്ന് ഒരു അടി വരുന്നുണ്ടോന്ന് അവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മള് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ആ ഗ്രൂപ്പിൽ വരുമ്പോഴും നമ്മുടെ ഗാർഡ്സ് എല്ലാം താഴോട്ട് പോകുന്നതും ഇതുകളും. ബട്ട് അപ്പൊ അങ്ങനെയുള്ള ഇതുകളിലൂടെ മനസ്സിനെ പരിക്കപ്പെടുത്തി എടുത്തത് കൊണ്ടാവാം പല ഇതുകളുണ്ട്. അപ്പൊ അന്ന് സാറ്റത്തില് ജോലി എടുക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ചെന്നപ്പോ സ്കൂൾ ഓഫ് എയർലൈൻസ് ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഇവിടെ എറണാകുളത്ത് ലൈല മാം അവിടുത്തെ പ്രൊപ്പറേറ്റർ ആയിരുന്ന ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു സ്പാർട്ടൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാര് സ്പാർട്ടയില് ഇങ്ങനെ കുട്ടികളെ വളരെ സ്ട്രോങ് ആയിട്ടാണ് വളർത്തുക. അപ്പൊ ആ ഒരു ഇതില് ആണ് യു ഹാവ് എ മൈൻഡ് സെറ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് തുടക്കം തൊട്ടേ എനിക്ക് അത് നമ്മൾ എന്താവണമെന്ന് നമ്മൾ ചിന്തിച്ച് ആ ഇമാജിൻ ചെയ്ത് അങ്ങനെ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളർന്ന് നിറയുകയാണ്. അപ്പോ അതിനിടയിൽ എപ്പോഴോ ഈ എന്താ പറയാ ഒറ്റപ്പുത്രന്റെ വേദനകളും ആളുകൾ ഇല്ലാതാവുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ അങ്ങ് ഇവാപറേറ്റ് ചെയ്തു പോയതാണ്. ഇപ്പൊ എനിക്ക് ഇപ്പോഴും വളരെ ഇതായി പച്ച പിടിച്ച ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്ന വലിയച്ഛൻ്റെ വല്യമ്മ മരിച്ചപ്പോ അവർ 2-3 ആഴ്ച ഒരു കൂട്ടുകുടുംബം പോലെ. കാരണം ഒരു സ്ഥലത്ത് അവിടെ മാത്രം വെപ്പുള്ളൂ, എല്ലാരും അവിടെയാണ്. അങ്ങനെ ഒരു ഇത് കുട്ടികളെല്ലാം നമ്മുടെ വീട്ടിൽ, കാരണം മരിച്ച വീട്ടിൽ ബലം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ അപ്പൊ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് നമ്മള്, കുട്ടികളും കൊച്ചു കുട്ടികൾ ഇത്തിരി പോകുന്ന എടുത്തോണ്ട് നടക്കുന്ന പ്രായം തൊട്ട് വലിയ പ്രായമുള്ള കുട്ടികൾ. അപ്പൊ അവർ എന്റർടൈൻ ചെയ്യുന്നതും ഇതുകളും. ആൻഡ് ഇറ്റ് വാസ് അത് കഴിഞ്ഞ് അവരൊക്കെ ഹോസ്റ്റലിലേക്കും ഇവിടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മിങ്ങി പൊട്ടുന്ന പോലെയുള്ള വേദനകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഒരുപാട് ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാർവതി എന്നുള്ളത് മെൻഷൻ ചെയ്തു ഈ ഏതൊരു ഇന്റർവ്യൂല്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ജനിച്ച കാലത്തുള്ള അച്ഛനും അമ്മയല്ല, നമ്മൾ വളരുന്ന പോലെ അവരും വളരുന്നുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന പാതകൾ അവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെ അവര് വളർത്തിയ പോലെ ദ ഡിസിഷൻസ് വി ടേക്ക് അവരെയും വളർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് അവരെ ചിലത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം അല്ലേ. 40 വർഷം ഞാൻ ഇവിടെ ജീവിച്ചു, നിങ്ങൾ 80 വർഷം ജീവിച്ചു. ഡസൻ മേക്ക് ഞാൻ നിന്നെക്കാൾ 40 ഓണം കൂടുതൽ ഉണ്ടതാണെന്ന് ഇന്ന് അവര് പറയുന്നില്ല. ദാറ്റ്സ് എന്താ പറയാ, വിട്ടുകളേണ്ട ഒരു ഡയലോഗായി. കാരണം നമ്മൾ കാണുന്ന ലോകമല്ല അവര് കാണുന്ന ലോകം പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും അവര് റീഡ് ചെയ്തെടുക്കുന്നു, നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നു. നമ്മളൊരു ടേബിളിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അന്യോന്യം
എന്താ പറയാ, നമ്മൾ ഷെയർ ചെയ്യുന്ന ഉൾക്കാഴ്ചകളും ഇതുകളും ചിലത് നമ്മൾ അംഗീകരിക്കും, ചിലത് അംഗീകരിക്കില്ല, തള്ളിക്കളയും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ ലേണിംഗ് ഫ്രം ഈച്ച് അതർ. പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇതൊരു വേദനയായിട്ട് ഇന്ന് കൂടെ കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ വ്യക്തിത്വ രൂപീകരണത്തിൽ ഇതൊരു വലിയ പങ്ക് വഹിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന് മറ്റൊരുപാട് ഘടകങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റപുത്രനായത് മാത്രമായിരുന്നില്ല അങ്ങനെ ഒരു വീട്ടിൽ ജനിക്കുന്നതും. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഭൂഷണോലീശൻ അടുത്ത് വന്ന് താമസിച്ചപ്പോ വലിയൊരു പെട്ടെന്ന് നമുക്ക് അതുവരെ ഇല്ലാതെ ഇരുന്ന പ്രോക്സിമിറ്റിയിൽ ചേട്ടനും മാൾട്ടേച്ചിയും അവരെല്ലാം എല്ലാ ദിവസവും അവിടെ ഉണ്ടായിട്ടില്ല, എന്നാലും വരുമ്പോ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുറെ നേരം വർത്താനം പറഞ്ഞു. അവര് താമസിച്ച ഒരു 2-3 ആഴ്ചയോളം എല്ലാ ദിവസവും രാത്രി ഭക്ഷണം അവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പൊ അങ്ങനെ ഒരു ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങളാണ്. എന്ന് വെച്ച് ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണോ? അല്ല, നഷ്ടപ്പെടലുകളുണ്ട്, ഇന്നും സംസാരിക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നിയിട്ടില്ല, കൂടപ്പിറപ്പായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വളരുന്ന ഇതനുസരിച്ച് നമ്മള് ജനിച്ചിട്ട് ഒരു 10-15 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സ് വരെ ഒന്നിച്ചിട്ടുണ്ടായി. അതിനുശേഷം നമ്മുടെ വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ ഇതില് ചിലപ്പോഴേ നമുക്ക് എല്ലാവരും കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോഴും 20 വർഷത്തെ വേറിട്ട ജീവിതത്തിന് ശേഷം വർഷത്തിലൊരിക്കൽ കണ്ടുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ നമ്മൾ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ പറഞ്ഞ അവർക്കും അവർ പറഞ്ഞ നമുക്കും ചിലത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ചിലത് നമുക്ക് എന്തത്ര അംഗീകരിക്കാനുള്ള ചോദ്യങ്ങൾ വരാം. പുഴുവിലൊക്കെ ഡിസ്കസ് ചെയ്ത സെയിം ഇതുകൾ നമ്മള് ഇതിൽ നിന്ന് വിട്ട് വേറെ സ്ഥലത്ത് പോയി ജീവിക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നങ്ങളേ അല്ല. അപ്പോ ഒന്ന് ഒറ്റപുത്രനാവുന്നതിന്റെ അല്ലെങ്കിൽ പുത്രിയാവുന്നതിന്റെ സുഖാതാണ്. അല്ല, അതാണ് നമുക്കതിന് പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒറ്റപുത്രി ആയതിന്റെ വിഷമങ്ങളും ഉണ്ട്. ചില ഈ പറഞ്ഞ പോലെ ഒറ്റപുത്രി ആയതിന്റെ നല്ല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ മക്കള് എനിക്ക് 2 മക്കൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിട്ടുവന്നോണ്ട്. പിന്നെ ഇങ്ങനെയും ചിന്തിക്കാം, നമ്മൾക്ക് ഇപ്പൊ എല്ലായിടത്തും നമുക്ക് ജയിക്കണമെന്നില്ലല്ലോ, മറ്റുള്ളവരുടെ ജയം നമ്മുടെ ജയമാണ് അല്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ട് നിനക്ക് അല്ല, അതിനൊരു യോഗം ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ രണ്ടുപേരും വിചാരിച്ചാലും ഒരു വേറൊരു കുഞ്ഞുണ്ടാവാൻ യോഗം ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ എന്താ പറയാ, ഷാരൂഖ് ഖാൻ 4ാമത്തെ കൊച്ചുണ്ടായത് വേറെ വാടക ഗർഭത്തിലും ഇതിലൊക്കെ അല്ലേ? എനിക്ക് സ്വന്തം പ്രസവിക്കണായിരുന്നു, വാടക ഗർഭം വേണ്ട. ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് മാറി ചിന്തിച്ചാൽ ഒരുപാട് പോസിബിലിറ്റീസ്. വേറെ കുഞ്ഞിനുണ്ടാക്കും. അത് ഇനി ഇത് എത്രത്താ, ഇനി നീ ഉണ്ടാക്കണ്ട. നീയും ഞാനും കൂടിയിട്ടുള്ള ഈ കൂട്ടുകൃഷി ശരിയാവില്ലേ? ഇപ്പൊ പറഞ്ഞ ആള് മാറ്റി പറഞ്ഞു. അതാണ് ഞാൻ ജോഷി, അതാണ് ഇതൊക്കെ തന്നെയുള്ള വിശേഷങ്ങള്. ഇപ്പൊ ഏകദേശം പിടി കിട്ടിയാലും കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ അശ്വതി വരാത്ത പറഞ്ഞിട്ടുണ്ട് അവര് പുറപ്പെട്ടു. എന്നിട്ട് അശ്വതിയോടും ചോദിച്ചു നോക്കാം ഇതേ ചോദ്യം അല്ലേ? അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ കഴിഞ്ഞ ഒന്നുമില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനല്ലേ? അധികം വലിയതാക്കണ്ട. അത് കണ്ട എന്നൊന്നും പറയാൻ സമ്മതിക്കില്ല. ശരി.